Hello friends, welcome to PSC and Cooperative Winner. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും തന്നെ മറക്കാതെ കൊടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഓരോ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ എല്ലാവരും തന്നെ കൊടുക്കണം, മറക്കാതെ ഇന്ന് തന്നെ കൊടുക്കുക. 23/11/2020 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കായിക രംഗം എന്നുള്ള പാർട്ടിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു മെമ്മറി ട്രിക്ക് പോലെയാണ് ഈ ക്ലാസ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്രമാത്രം ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ആൻസർ കണ്ടാൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. എന്നെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു മെമ്മറി ട്രിക്കും കൂടെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ കായിക രംഗം എന്നുള്ള ഏരിയയിലുള്ള ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കായിക രംഗം എന്നുള്ള ഏരിയയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റാണ് GV രാജ. അപ്പോൾ GV രാജ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോദവർമ്മ രാജ, ലഫ്റ്റനൻറ്റ് കേണലായിരുന്നു ഗോദവർമ്മ രാജ. അപ്പോൾ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് GV രാജ. ഓക്കെ, ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ്. അതാണ് ഫസ്റ്റത്തെ GV രാജ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡാണ് ഒക്ടോബർ 13. ഒക്ടോബർ 13ൻ്റെ പ്രത്യേകത എന്താണ്? ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 13 GV രാജയുടെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 13. അതുകൊണ്ടാണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കാൻ കാരണം. ഓക്കെ, ദെൻ തിരുവനന്തപുരം എന്താണ് പ്രത്യേകത ഉള്ളത്? GV രാജ സ്പോർട്സ് സ്കൂള് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. GV രാജ സ്പോർട്സ് സ്കൂള് തിരുവനന്തപുരത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് GV രാജനെ കുറിച്ച് പറഞ്ഞത്? GV രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ്. ഒക്ടോബർ 13 അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒക്ടോബർ 13 കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, അതുമാത്രമല്ല GV രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, നമുക്കൊരു അഡീഷണലായിട്ട് 2-3 പോയിൻ്റ് കൂടി നമുക്ക് GV രാജയെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നു GV രാജ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റും ഇദ്ദേഹം തന്നെയായിരുന്നു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ, സ്പോർട്സ് കൗൺസിൽ ആൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു GV രാജ. അതുപോലെ തന്നെ തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹമാണ്. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ് സ്റ്റാർട്ടഡ് ബൈ GV രാജ. ഓക്കെ, അതുപോലെ തന്നെ BCCIയിൽ അംഗമായ ആദ്യ മലയാളിയും ഇദ്ദേഹമായിരുന്നു. BCCIയിൽ അംഗമായ ആദ്യ മലയാളി GV രാജയായിരുന്നു. ഓക്കെ, ആ ഫസ്റ്റ് സ്പോർട്സ് സ്കൂളാണ് GV രാജ സ്പോർട്സ് സ്കൂൾ. അതാണ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ BCCIയിൽ അംഗമായ ആദ്യ മലയാളി GV രാജയായിരുന്നു. ഓക്കെ, ഒരു 4 പോയിൻ്റ് മറക്കാതിരിക്കുക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ, ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്, അതുപോലെ തന്നെ BCCIയിൽ അംഗമായ ഫസ്റ്റ് മലയാളി. ഓക്കെ, ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ 13 കായിക ദിനം. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ്. നാഷണൽ സ്പോർട്സ് ഡേ ഒക്ടോബർ 29.
ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ. പ്രസൻറ്റ് പ്രസിഡൻറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസൻറ്റ് പ്രസിഡൻറ്റ് മേഴ്സിക്കുട്ടനാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോർത്തിലെ ദ്രോണാചാര്യ അവാർഡിൽ. എന്താ ദ്രോണാചാര്യ അവാർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഓക്കെ, മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ്. സ്പോർട്സിൽ മികച്ച പരിശീലനങ്ങൾ നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. 1985 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെട്ടു തുടങ്ങിയത് 1985 ഒരു 1985 ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡ് നേടിയത് ഒരു മലയാളിയാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. ഓക്കെ, ഇതെത്രയാണ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ആണ്, അപ്പോൾ 1985 ദ്രോണാചാര്യ അവാർഡ് നേടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആറാമത്തത് OM നമ്പ്യാർ. ആരാണ് OM നമ്പ്യാർ? 1985 ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് നേടിയത് OM നമ്പ്യാറാണ്. ഈ OM നമ്പ്യാർ എന്ന് പറയുന്നത് PT ഉഷയുടെ പരിശീലകനാണ് OM നമ്പ്യാർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഷൈനി വിൽസൺ അല്ലേ. ആരാണ് ഷൈനി വിൽസൺ? സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. അതുപോലെ തന്നെ ഒളിമ്പിക്കിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയും ഷൈനി വിൽസണാണ്. മലയാളി എന്നല്ല, സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ വനിതയും ഷൈനി വിൽസണാണ്. സെമി ഫൈനൽ അതുപോലെ തന്നെ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ വനിത, രണ്ടും ഷൈനി വിൽസണാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് PT ഉഷ അല്ലേ. PT ഉഷയെക്കുറിച്ച് നമുക്ക് ഒരു വേർഡിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. PT ഉഷയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും കൂടി ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ PT ഉഷ അറിയപ്പെടുന്ന കുറച്ച് വേർഡ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. ദെൻ ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്സ് ആൻഡ് ഫീൽഡ്സ്. ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്സ് ആൻഡ് ഫീൽഡ്സ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. അതുപോലെ തന്നെ സ്പ്രിൻറ്റ് ക്യൂൻ ഓഫ് ഏഷ്യ. സ്പ്രിൻറ്റ് ക്യൂൻ ഓഫ് ഏഷ്യ. അതുപോലെ തന്നെ പയ്യോളി എക്സ്പ്രസ്. എന്തൊക്കെയായിരുന്നു? ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ, ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്സ് ആൻഡ് ഫീൽഡ്സ്, സ്പ്രിൻറ്റ് ക്യൂൻ ഓഫ് ഏഷ്യ, പയ്യോളി എക്സ്പ്രസ്. ഇത്രയും അറിയപ്പെടുന്ന വ്യക്തി PT ഉഷയാണ്. ഓക്കെ, ഒളിമ്പിക്കിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് PT ഉഷ എന്ന് പറയുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫസ്റ്റ് മലയാളി വനിതയാണ് PT ഉഷ. അതുപോലെ തന്നെ ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഓക്കെ, മലയാളി വനിതയല്ല, ഇന്ത്യൻ വനിതയാണ്. ഒളിമ്പിക്കിൻ്റെ ഫൈനലിലെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് PT ഉഷ. ആദ്യം മലയാളി വനിതയാണ് ഒളിമ്പിക്കിലെത്തിയത്, ബട്ട് ഒളിമ്പിക്കിൻ്റെ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഓക്കെ, നമുക്കറിയാം 4ാം സ്ഥാനമാണ് കിട്ടിയതല്ലേ. ദെൻ പത്മശ്രീ നേടിയ ഫസ്റ്റ് മലയാളി കായിക താരം കൂടിയാണ് PT ഉഷ. പത്മശ്രീ നേടിയ ഫസ്റ്റ് മലയാളി കായിക താരം, ഒളിമ്പിക്കിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത, ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ദെൻ ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. ദെൻ ദ ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് PT ഉഷ. PT ഉഷയുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ ഗോൾഡൻ ഗേൾ എന്നുള്ളത്. അത് നമുക്ക് പഠിക്കാൻ സുഖമാണ്. ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫിയും ദ ഗോൾഡൻ ഗേൾ. ഓക്കെ, ആത്മകഥ. ദെൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി കോഴിക്കോടാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. PT ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, PT ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയാണ്. ഓക്കെ, ഇത് മാറിപ്പോവരുത്. കോച്ചിങ് സെൻറ്റർ തിരുവനന്തപുരം, അതുപോലെ തന്നെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടി. ദെൻ PR ശ്രീജേഷ്. ആരാണ് PR ശ്രീജേഷ്?
ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച മലയാളിയാണ് PR ശ്രീജേഷ്. ഓക്കെ, ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു മലയാളിയായ PR ശ്രീജേഷ്. ദെൻ ആരായിരുന്നു? HS പ്രണോയ് യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് HS പ്രണോയ്. ബാഡ്മിൻ്റൺ ആണ്. ദെൻ കേരളത്തിലെ ഫസ്റ്റ് പ്രൊഫഷണൽ ക്ലബ്ബാണ് FC കൊച്ചിൻ. ദെൻ കറുത്ത മുത്ത് കാലാഹിരൺ എന്നറിയപ്പെടുന്ന വ്യക്തി. കറുത്ത ഹിരൺ അല്ലെങ്കിൽ കാലാഹിരൺ മികച്ച ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന IM വിജയനാണ് കാലാഹിരൺ അല്ലെങ്കിൽ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, PR ശ്രീജേഷ് ആരായിരുന്നു? ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് PR ശ്രീജേഷ് ആയിരുന്നു. യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളി താരം HS പ്രണോയ് ആയിരുന്നു. ഫസ്റ്റ് പ്രൊഫഷണൽ ക്ലബ്ബാണ് FC കൊച്ചിൻ. ദെൻ കാലാഹിരൺ, അതുപോലെ തന്നെ കറുത്തുമുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് IM വിജയൻ. നെക്സ്റ്റ്, അർജുന അവാർഡ് 1961 അർജുന അവാർഡ് കൊടുക്കാൻ ആരംഭിച്ചത്. 1961 ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ മലയാളി താരമാണ് C ബാലകൃഷ്ണൻ. ഓക്കെ, C ബാലകൃഷ്ണനാണ് ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ മലയാളി. ദെൻ ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ മലയാളി വനിത KC ഏലമ്മ. ഓക്കെ, ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ മലയാളി അത്ലറ്റ് TC യോഹന്നാൻ. ഓക്കെ, ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ ഷൂട്ടിംഗ് താരം രൂപ ഉണ്ണികൃഷ്ണൻ. ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ മലയാളി C ബാലകൃഷ്ണൻ. ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ മലയാളി വനിത KC ഏലമ്മ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി TC യോഹന്നാൻ ആരാണ്? ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ അത്ലറ്റാണ് TC യോഹന്നാൻ. ഓക്കെ, അത്ലറ്റ് എന്ന് മറക്കരുത്. അത്ലറ്റ് എന്ന് പറഞ്ഞാൽ TC യോഹന്നാൻ. ഫസ്റ്റ് അർജുന അവാർഡ് നേടിയ ഷൂട്ടിംഗ് താരം രൂപ ഉണ്ണികൃഷ്ണൻ. ഓക്കെ, നെക്സ്റ്റ് KM ബീനാമോൾ അതുപോലെ തന്നെ അഞ്ജു ബോബി ജോർജിന് എന്ത് അവാർഡാണ് കിട്ടിയിട്ടുള്ളത്? KM ബീനാമോൾക്കും അഞ്ജു ബോബി ജോർജിനും. അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് അല്ലേ, ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയാണ്. സ്പോർട്സിൻ്റെ സെക്ടറിൽ നൽകുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. 91-92 കാലയളവിലാണ് ഈ അവാർഡ് കൊടുക്കാൻ ആരംഭിച്ചത്. അപ്പോൾ അത് നേടിയ ഫസ്റ്റ് മലയാളിയാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ഫസ്റ്റ് മലയാളിയാണ് KM ബീനാമോൾ. ഓക്കെ, അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ സെക്കൻഡ് മലയാളിയാണ് ആര്? അഞ്ജു ബോബി ജോർജ്. ഫസ്റ്റ് മലയാളി KM ബീനാമോൾ, സെക്കൻഡ് അഞ്ജു ബോബി ജോർജ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഓക്കെ, നെക്സ്റ്റ് സന്തോഷ് ട്രോഫി കിരീടം അല്ലേ. നമ്മുടെ കേരളത്തിന് 6 തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്. 6 തവണ. ഓക്കെ, ദെൻ ഫസ്റ്റ് നേടിയപ്പോൾ TKS മണി ആയിരുന്നു. 1973 ആദ്യമായി കേരളം സന്തോഷ് ട്രോഫി നേടുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് TKS മണിയായിരുന്നു. അന്ന് കേരളം റെയിൽവേസിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ, അവസാനമായി നേടിയത് 2018 2018 കേരളം തോൽപ്പിച്ചത് വെസ്റ്റ് ബംഗാളിനെയാണ്. ഓക്കെ, അപ്പോൾ എത്ര തവണ? 6 തവണ കേരളത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. 1973, 92, 93, 2001, 2004, 2018 ഇത്രയും കാലയളവിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1973 നമ്മൾ പഠിച്ചു വയ്ക്കാമല്ലോ. ദെൻ പിന്നെ നമുക്കൊരു ട്രിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ 92, 93 അല്ലേ. അപ്പോൾ 2001 കഴിഞ്ഞാൽ പിന്നെ 92, 93, ദെൻ 2004, 1, 2, 3, 4 എന്നുള്ളൊരു കോഡ് ഉണ്ടാക്കുക അവിടെ. ഓക്കെ, 2001 കഴിഞ്ഞാൽ പിന്നെ 92, 93, ദെൻ 4, 2004. 2018 നമ്മൾ മറക്കരുത്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഇടയ്ക്ക് കഴിഞ്ഞതാണ്. വെസ്റ്റ് ബംഗാളിനെയാണ് കേരളം തോൽപ്പിച്ചത്. ഓക്കെ, വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ കഴിയുന്നവർ പഠിച്ചു വയ്ക്കുക. 6 തവണയാണ് ഇന്ത്യയിൽ സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത്. കേരളം ഇന്ത്യയിൽ നേടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്രിക്കറ്റിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ടിനു യോഹന്നാൻ. ആരാണ് ടിനു യോഹന്നാൻ? ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ്. ഫസ്റ്റായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ടിനു യോഹന്നാൻ അല്ലേ. ദെൻ ആരാണ്? ശ്രീശാന്ത്. ലോകകപ്പ് ടീമിൽ
ഇടം നേടിയ ഫസ്റ്റ് മലയാളി. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ലോകകപ്പിൻ്റെ ടീമിൽ ഇടം നേടിയ ഫസ്റ്റ് മലയാളിയാണ് ശ്രീശാന്ത്. ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ടിനു യോഹന്നാണ്. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ ഫസ്റ്റ് മലയാളി ശ്രീശാന്താണ്. ഓക്കെ, ദെൻ ടെസ്റ്റിൽ സഞ്ജു സാംസൺ. ആരാണ് സഞ്ജു സാംസൺ? IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL സെഞ്ചുറി നേടിയ ഫസ്റ്റ് മലയാളിയാണ് സഞ്ജു സാംസൺ. ഇപ്പോഴും സഞ്ജു സാംസൺ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ട്. അപ്പോൾ IPL സെഞ്ചുറി നേടിയ ഫസ്റ്റ് മലയാളി താരമാണ് സഞ്ജു സാംസൺ. ഓക്കെ, ദെൻ ആരാണ് കരുൺ നായർ? കരുൺ നായർ ടെസ്റ്റിൽ ആദ്യമായിട്ട് സെഞ്ചുറി നേടിയത് മലയാളി താരമാണ് കരുൺ നായർ ടെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ സഞ്ജു സാംസൺ ആദ്യമായി IPL സെഞ്ചുറി നേടി. കരുൺ നായർ ആദ്യമായിട്ട് ടെസ്റ്റിൽ സെഞ്ചുറി നേടി. മലയാളി ഒറിജിൻ ആണെങ്കിലും കർണാടകയിൽ നിന്നാണ് കരുൺ നായർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി ടിനു യോഹന്നാൻ. ആദ്യമായി ലോകകപ്പ് ടീമിൽ ഇടം നേടിയ ശ്രീശാന്ത്. ദെൻ IPL സെഞ്ചുറി ഫസ്റ്റ് അടിച്ച മലയാളി സഞ്ജു സാംസൺ. ടെസ്റ്റിൽ ഫസ്റ്റ് സെഞ്ചുറി അടിച്ചത് കരുൺ നായർ. ഓക്കെ, ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു അത്ലറ്റിക് മീറ്റ് കണ്ടക്ട് ചെയ്തു. അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിന് അത്ലറ്റിക് മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അത് തിരുവനന്തപുരത്ത് കേരളത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, ദെൻ 2020 ക്രിക്കറ്റ് കേരളത്തിൽ നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ആദ്യമായിട്ട് 2020 നടന്നത്. കേരളത്തിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റേഡിയംസ്, ഒരുപാട് ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോൾ സ്റ്റേഡിയംസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൊച്ചിയിൽ 2 ഉണ്ട്, തിരുവനന്തപുരത്ത് 3 ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. അപ്പോൾ കോഴിക്കോട് EMS സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഓക്കെ, കൊച്ചിയിൽ 2 സ്റ്റേഡിയം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ് അല്ലേ. ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും കൊച്ചി തന്നെയാണ്. ഓക്കെ, രാജീവ് ഗാന്ധി അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും രണ്ടും കൊച്ചി. ദെൻ തിരുവനന്തപുരത്ത് 3 ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണത്? ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, അതുപോലെ തന്നെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ ജസ്റ്റ് ഒരു കോഡ് രൂപത്തിൽ പറയുകയാണ്. അപ്പോൾ ജിമ്മി ജോർജ് നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തനായ വോളിബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജിമ്മി എന്ന നായ ഗ്രീൻഫീൽഡിൽ പോയി. ഓക്കെ, ഓർക്കാൻ ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ അറിയുന്നവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജിമ്മി എന്ന നായ ഗ്രീൻഫീൽഡിൽ പോയി. ജിമ്മി ജോർജ് അല്ലേ, നായർ എന്നുള്ളതിൽ പഠിക്കാം. ഗ്രീൻഫീൽഡ് കിട്ടും. അപ്പോൾ ജിമ്മി ജോർജ്, ചന്ദ്രശേഖരൻ നായർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഇത്രയും 3 സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, ദെൻ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ഓക്കെ, കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. ദെൻ കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയംസാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം, അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് തലശ്ശേരിയുടെ പ്രത്യേകത? തലശ്ശേരി എന്ന് പറഞ്ഞാൽ 3 സീകളുടെ നാടാന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ് 3 സി? സർക്കസ്, കേക്ക്, പിന്നെ ക്രിക്കറ്റ്. ഫസ്റ്റ് ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങിയത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ഫസ്റ്റ് ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരിയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് ബിൽ പാസ്സാക്കിയ സ്റ്റേറ്റ് കേരളമാണ്. അത് ഓർത്ത് വയ്ക്കുക. ദെൻ ഇന്ത്യയിലെ നാഷണൽ ഗെയിംസ് കേരളത്തിൽ എത്ര തവണ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്? നാഷണൽ ഗെയിംസ് കേരളത്തിൽ 2 തവണ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 1987 2015. 1987 27ാമത്
നാഷണൽ ഗെയിംസാണ്. 2015 35ാമത് നാഷണൽ ഗെയിംസുമാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്പോർട്സ് ബിൽ പാസ്സാക്കിയ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റാണ് കേരളം. പിന്നെ നാഷണൽ ഗെയിംസ് 2 തവണ കേരളത്തിൽ നടന്നിട്ടുണ്ട്, 1987, 2015. ഓക്കെ, ദെൻ 32ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം CK ലക്ഷ്മണനാണ്. ഓക്കെ, അതായത് 1924 പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നു. ഓക്കെ, CK ലക്ഷ്മണനാണ് മലയാളി താരം. ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരം CK ലക്ഷ്മണൻ. ദെൻ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യമായി പങ്കെടുത്തത് തോമസ് വർഗീസാണ് 1948. അത് രണ്ടും മാറിപ്പോയത്. ആദ്യമായി പങ്കെടുത്തത് CK ലക്ഷ്മണൻ, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി പങ്കെടുത്തത് തോമസ് വർഗീസ്. ഓക്കെ, ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളി താരമാണ് മാനുവൽ ഫെഡറിക്. ഓക്കെ, ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളി താരം മാനുവൽ ഫെഡറിക്. ദെൻ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് സുരേഷ് ബാബു. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് സുരേഷ് ബാബു. ദെൻ ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി CK ലക്ഷ്മണൻ. സ്വതന്ത്ര ഇന്ത്യയിൽ പങ്കെടുത്തത് തോമസ് വർഗീസ്, ഫുട്ബോളിലായിരുന്നു തോമസ് വർഗീസ്. ദെൻ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. ഓക്കെ, ഖേൽരത്ന അവാർഡ് നേടിയ 2ാമത്തെ വനിതയും അഞ്ജു ബോബി ജോർജ് ആയിരുന്നു. അതുപോലെ തന്നെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. എല്ലാവർക്കും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക് യു.